കാനഡയിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്നത് സുരക്ഷിതമായ ഒരു ഭാവിയാണ്. എന്നാൽ ഇനി കാനഡ അത്ര സുരക്ഷിതമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രൂഡോ രാജിവെച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത്. കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ കുറെ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ട്രൂഡോയുടെ ഭരണകാലമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വിദ്യാർത്ഥികളുടെ കാനഡ എന്ന സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുകയാണ്. രണ്ടാം വർഷവും കാനഡ സ്റ്റുഡന്റ് പെർമിറ്റുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. കുടിയേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാനാണ് കാനഡ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാർപ്പിടം, ആരോഗ്യം, മറ്റ് സംവിധാനങ്ങളിലെ ലഭ്യതക്കുറവ് എന്നിവ പരിഹരിക്കാനാണ് കനേഡിയൻ ഗവൺമെന്റിന്റെ നീക്കം. ഈ വർഷം 4,37,000 സ്റ്റഡി പെർമിറ്റുകൾ അനുവദിക്കാനാണ് തീരുമാനം. ഇത് 2024 10% കുറവാണ്. രാജ്യത്ത് കുടിയേറ്റ നിയന്ത്രണം കൂടിയതിനെ തുടർന്ന് ഭവനക്ഷാമം കൂടുതലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് പെർമിറ്റ് കുറയ്ക്കാൻ കാനഡ ആരംഭിച്ചിരുന്നു. എന്നാൽ 2023 വിദേശ വിദ്യാർത്ഥികൾക്ക് 6,50,000-ലധികം പഠന പെർമിറ്റുകൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ കണക്കനുസരിച്ച് 10 വർഷം മുൻപ് രാജ്യത്തുണ്ടായിരുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ 3 ഇരട്ടി കാനഡയിൽ ഇപ്പോഴുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കാനഡയുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിൽ കുടിയേറ്റ വിദ്യാർത്ഥികളുടെ പങ്ക് വലുതാണ്. സ്റ്റാറ്റിസ് കാനഡയുടെ കണക്കനുസരിച്ച് 2022 മാത്രം $37.3 ബില്യൺ വിദേശ വിദ്യാർത്ഥികളിലൂടെ രാജ്യത്ത് ലഭിച്ചത്. പഠനം, ട്യൂഷൻ, താമസം എന്നിവയ്ക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് കാനഡ മികച്ച ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നത്. അടുത്തിടെ കാനഡ ഇന്ത്യ അടക്കം 14 വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്റ്റ് സ്ട്രീം വിസ പ്രോഗ്രാം നിർത്തലാക്കുകയും ചെയ്തിരുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ പഠനാനുമതി അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത് വേഗത്തിലാക്കാനായി ഇമിഗ്രേഷൻ, റെഫ്യൂജി, സിറ്റിസൺഷിപ്പ് കാനഡ 2018 ആരംഭിച്ചതാണ് സ്റ്റുഡന്റ് ഡയറക്റ്റ് സ്ട്രീം. ഉയർന്ന അപ്രൂവൽ റേറ്റും പ്രോസസ്സിംഗ് സമയത്തിലെ വേഗതയുമായിരുന്നു ഈ സ്കീമിന്റെ പ്രത്യേകത. ഇന്ത്യക്ക് പുറമെ ബ്രസീൽ, ചൈന, കൊളംബിയ, കോസ്റ്ററിക്ക, മൊറോക്കോ, പാകിസ്ഥാൻ, പെറു, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളായിരുന്നു SDS വഴി കാനഡയിലേക്ക് എത്തിയിരുന്നത്. കുടിയേറ്റം കുത്തനെ കുറയ്ക്കാനുള്ള ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു. രാജ്യത്ത് കുടിയേറ്റം വർദ്ധിക്കുന്നതിനെതിരെ തദ്ദേശീയരും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയും ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാടിനെ ശക്തമായി എതിർത്തിരുന്നു. കുടിയേറ്റ നയം കർശനമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ തുടരുന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലുണ്ടാകുന്ന പരിമിതി മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ കാനഡ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ലിബറൽ പാർട്ടിയാണോ കൺസർവേറ്റീവ് പാർട്ടിയാണോ അധികാരത്തിലെത്തുക എന്ന ചർച്ചയും സജീവമാണ്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിലെത്തുകയെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ കാനഡയിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണമാകുമോ എന്ന ചോദ്യം ശക്തമാണ്. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ കുടിയേറ്റ വിദ്യാർത്ഥികൾക്ക് അത്ര സുഖമായിരിക്കില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാന കാര്യം.